എം ശ്രീയിൽ അനുനയ നീക്കത്തിന് CPIM. മന്ത്രി വി ശിവൻകുട്ടി ഉടൻ തന്നെ ബിനോയ് വിശ്വത്തെ കാണും. കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. TV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ നിർണായകമായ നീക്കമാണ്. CPM അയയുന്നു എന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? ബിനോയ് വിശ്വം പ്രതികരിക്കുമ്പോൾ അതിൽ മന്ത്രി ശിവൻകുട്ടി എടുത്ത നിലപാടുകളെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്റെ സുഹൃത്താണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. ഈ കൂടിക്കാഴ്ച എവിടെ വെച്ചായിരിക്കും? എപ്പോഴാണ് ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണാൻ പോകുന്നത്? സ്മൃതി, വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞു. MN സ്മാരകത്തിലാണുള്ളത്. ഒരല്പസമയം അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി GR അനിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 11:30 ആ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. CPIയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അല്പസമയത്തിനകം തന്നെ വി ശിവൻകുട്ടി എത്തുക. നിർണായക നീക്കമാണ് CPIനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാവുന്നതുപോലെ CPI കടുത്ത പ്രതിഷേധത്തിലാണ്. 2 ദിവസം കൂടി അതിനൊരു സമയം കൊടുത്തിരിക്കുന്നു. തിങ്കളാഴ്ചത്തെ യോഗത്തോടുകൂടി എന്താണ് നിലപാട് എന്ന് പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വി ശിവൻകുട്ടി എത്തുന്നതിന് മുമ്പായി തന്നെ മന്ത്രി GR അനിൽ എവിടേക്ക് എത്തിക്കഴിഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, GR അനിൽ എന്നിവരാണ് വി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് PM ശ്രീ ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം വി ശിവൻകുട്ടി CPI നേതാക്കളോട് വിശദീകരിക്കും. പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 16-ാം തീയതിയാണ് ഇതിൽ തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനം ഒപ്പിടാനുള്ള തീരുമാനമുണ്ടാകും. ആ MOയുടെ രേഖ പുറത്തു വരുമ്പോൾ അത് വ്യക്തമാകുന്നു. പിന്നീടുണ്ടായ സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണല്ലോ വാസു പോയ കാര്യം. അപ്പോൾ ആ തീരുമാനമെടുത്ത ശേഷം 22-ന് മന്ത്രിസഭായോഗം ചേരുന്നു. ആ മന്ത്രിസഭായോഗത്തിൽ മന്ത്രി രാജൻ പറയുന്നു PM ശ്രീയിൽ ഒപ്പിടരുതെന്ന്. അപ്പോഴേക്കും ഒപ്പിടാനുള്ള തീരുമാനമായിട്ടുണ്ട്. എന്നിട്ട് ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല എന്നടക്കമുള്ള കാര്യമുണ്ട്. ഇതൊക്കെ തന്നെയും ഈ ചർച്ചയിൽ ഉയർന്നു വരില്ലേ പ്രസാദ്? ഉറപ്പായും സ്മൃതി, ഈ കാര്യം ഇപ്പോൾ സ്മൃതി ചോദിച്ച കാര്യം ഇന്നലെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൽ യഥാർത്ഥ കാര്യം. അതായത് മിനിഞ്ഞാന്ന് മാത്രമാണ് ഒപ്പിടലിൻ്റെ നടപടി പൂർത്തിയായത് എന്നുള്ളതാണ് CPI നേതൃത്വം, നമ്മൾ ഉൾപ്പെടെയുള്ള CPI നേതൃത്വം എല്ലാവരും കരുതിയിരുന്നത്. പിന്നെ അതിൻ്റെ MOU പുറത്തു വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരുന്നു എന്ന കാര്യം അറിയുന്നത്. ഇന്നലെ MOU പുറത്തു വന്നതിന് ശേഷമാണ്. ഒക്ടോബർ 16-ാം തീയതി തന്നെ ഇതിൻ്റെ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരുന്നു. അതായത് ഒക്ടോബർ 16-ാം തീയതിയാണ് അതിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ സമയത്ത് തന്നെ തീരുമാനമുണ്ടായി. പിന്നീട് ഒപ്പിടുന്നതിൻ്റെ അവസാനത്തെ ഒപ്പ് എങ്ങാനുമാണ് മിനിഞ്ഞാന്ന് ബാക്കിയുണ്ടായത്. ബാക്കിയെല്ലാം ആ സമയത്ത് തന്നെ കഴിഞ്ഞിരുന്നു. അതായത് സ്മൃതി പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ ഒരു കാര്യം. അതായത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം മറച്ചുവെച്ചു എന്നുള്ളതാണ്. മാത്രമല്ല സ്മൃതി, ഒരു പോയിന്റ് കൂടിയുണ്ട്. ആ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും അതുപോലെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത് ഒപ്പിടുന്നതിന് മുമ്പ് LDF യോഗം ചേരും, അതിനു മുമ്പ് ഒരു ഉഭയകക്ഷി ചർച്ച നടത്തും എന്നുള്ളത് MA ബേബിയും TP രാമകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇനി അവർ പോലും അറിഞ്ഞിട്ടില്ലയോ എന്നുള്ള ഗുരുതരമായ ഒരു വിഷയം കൂടി ഇതിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഒക്ടോബർ 16 എന്ന തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒക്ടോബർ 16-നല്ല ഒപ്പിട്ടത് എന്ന് സാങ്കേതികമായി പറയാനും കഴിയില്ല. കാരണം ഇത്തരം കരാറുകൾക്ക് അതിൻ്റെ തീയതി ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ നടപടി പൂർത്തിയാവുന്നത് മിനിഞ്ഞാന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്തു. പക്ഷേ ഒക്ടോബർ 16-ന് തന്നെ കൃത്യമായ തീരുമാനമെടുക്കുന്നു. അതായത് CPIയെ ഉൾപ്പെടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട സമയപരിധി എന്ന് പറയുന്നത് ഒക്ടോബർ 16-ന് തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം മിണ്ടിയതുമില്ല. ഇനിയിപ്പോൾ അത് ഇന്നലെ ആ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയിപ്പോൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് CPIയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും. വി ശിവൻകുട്ടി ഇനി എന്താണ് ബിനോയ് വിശ്വത്തോട് സംസാരിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 11:30-നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. അനുനയത്തിന്റെ ഭാഗമായിട്ടാണോ സ്കൂളുകളുടെ പട്ടിക വളരെ വേഗത്തിൽ ആ സ്കൂളുകളുടെ പട്ടിക നൽകാനിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് അല്പം പിന്നാക്കാൻ പോയിരിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം മതി ആ പട്ടിക കൊടുക്കൽ എന്നതാണോ ഇപ്പോൾ ആലോചന? ഒരുപക്ഷെ സ്മൃതി, ഈ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറഞ്ഞ് തണുപ്പിക്കാം എന്നൊരു ചിന്ത മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അത് ഇത്ര കടുത്ത രീതിയിലേക്ക് പോകുമെന്നൊരു ചിന്ത ഒരുപക്ഷെ അവർക്ക് ഉണ്ടായി കാണില്ല. അതുകൊണ്ട് തന്നെ ഒപ്പിട്ടതിന് ശേഷം അതൊന്ന് സംസാരിച്ച് മയപ്പെടുത്താമെന്ന ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം ഒന്നും പറയാതെ ഒരു ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്ത് അതിനുശേഷം ഇന്നലെ വളരെ ശക്തമായി പ്രധാനപ്പെട്ട 4 അഭിപ്രായങ്ങളുണ്ടായി. അതിലൊന്ന് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് മുന്നണി വിട്ട് പുറത്തേക്ക് വരിക
തുടരുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് ഇതിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതായിരുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ, അതായത് വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാർ എന്ന രീതിയിൽ പുറത്ത് പരസ്യമായി പ്രചാരണം നടത്തുക എന്നുള്ളതായിരുന്നു. ഈ 4 തീരുമാനങ്ങൾ അതിശക്തമായി വിവിധ നേതാക്കൾ ഉന്നയിച്ചതോടുകൂടി തൽക്കാലം വൈകാരിക പ്രകടനം അല്ലെങ്കിൽ ഒരു വൈകാരിക തീരുമാനം എന്ന നിലയിൽ പെട്ടെന്ന് എടുക്കേണ്ടതില്ല. ഒരു 2 ദിവസം കൂടി CPIM-ന് സമയം കൊടുക്കാം. അങ്ങനെ കൃത്യമായി അവരുടെ കൂടി കാര്യം അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളത് കൊണ്ടാണ് തിങ്കളാഴ്ചത്തേക്ക് തീരുമാനം മാറ്റുന്നത്. ഇന്നും നാളെയാണ് അതിനിടയിലുള്ള സമയം. അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി 2 ദിവസമാണ് ഇപ്പോൾ CPM-ന് CPI കൊടുത്തിരിക്കുന്നതെന്ന് വേണം കരുതാൻ. കാരണം CPI എക്സിക്യൂട്ടീവിൽ ഒരുപക്ഷെ കടുത്ത തീരുമാനത്തിലേക്ക്, മന്ത്രിമാരെ മാറ്റുന്നടക്കമുള്ള തീരുമാനത്തിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ മന്ത്രിമാർ രാജ്യസന്നദ്ധതയെ അറിയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, ബിനോയ് വിശ്വത്തോടെ ഞങ്ങൾ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ അനുനയം, അതിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുമോ? അതിനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു പ്രസാദ്? ഇതിന് മുഖ്യമന്ത്രി ഉറപ്പായും ഇടപെടേണ്ടി വരും ശ്രുതി. മുഖ്യമന്ത്രി തന്നെ സംസാരിക്കേണ്ടതായും വരും. എങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമാണ് അവർക്കുണ്ടായത്. സമീപകാലത്തെല്ലാം ഒരുപാട് വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ തീരുമാനങ്ങളോട് ഒത്തുപോകാത്ത തരത്തിലുണ്ടായിരുന്നു. അത് MR അജിത് കുമാറിൻ്റെതായാലും നമ്മൾ ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്ത ഒയാസിസിൻ്റെ മദ്യ കമ്പനി ആയാലും അതിനു മുമ്പുണ്ടായ പല വിഷയങ്ങളും, അത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, തൃശ്ശൂർ പൂരം കലക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് എതിരഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ഒരു കൃത്യമായ ചർച്ച CPM-നും CPIക്കും ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്ത പാർട്ടികളായതുകൊണ്ട് തന്നെ മുന്നണിയിൽ പല വിഷയങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവും. വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയം ഉൾക്കൊള്ളുന്ന പാർട്ടികളായതുകൊണ്ട് തന്നെ. പക്ഷേ അതിൽ രമ്യതയിൽ പരിഹരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു മുന്നണി സംവിധാനത്തിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ഒരു കാര്യം അത് നയപരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ആ കേന്ദ്രത്തിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക്, വർഗീയ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലേക്ക് CPIM മാറി എന്ന ആരോപണം CPI ഉന്നയിക്കുന്നത് അത് വലിയ വിഷയമായി നാളെ വരും എന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുപാട് നാളുകളില്ല. ഇങ്ങനെയുള്ള മന്ത്രിസഭയിൽ ഇനി നമ്മുടെ മന്ത്രിമാർ തുടരേണ്ടതില്ല എന്ന തീരുമാനം വലിയൊരു വിഭാഗം നേതാക്കന്മാർ പോലും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന CPM-ന്റെ പ്രതികരണങ്ങളിൽ അനുനയത്തിന്റെ സ്വഭാവമുണ്ട്. CPM-ഉം CPI-യും തലച്ചോറും ഹൃദയവുമൊക്കെയാണ് എന്ന് ഇപ്പോൾ AK ബാലൻ പറഞ്ഞത് ഉദാഹരണമാണ്. പക്ഷേ പ്രകാശ് ബാബു, CPI-യുടെ പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോൾ പ്രതികരിച്ചത് പദ്ധതിയിൽ നിന്ന് പിന്മാറുക, ഈ കരാറിൽ നിന്ന് പിന്മാറുക എന്നത് മാത്രമാണ് പോംവഴി, അതല്ലാതെ ഒരു വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലപാടിനോട് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുന്നു CPM എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ശിവൻകുട്ടി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് CPI മുഖപത്രത്തിലും അതിശക്തമായ പ്രതികരണങ്ങൾ CPIയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഇടത് നിലപാടിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല എന്നുള്ള ശക്തമായ തീരുമാനമെടുക്കുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ എന്തുരുത്തിരിയും? അതിനുശേഷം ബിനോയ് വിശ്വവും ശിവൻകുട്ടിയും കൂടി മാധ്യമങ്ങളെ കാണുമോ, അതോ ശിവൻകുട്ടി ഒറ്റയ്ക്ക് കാണുമോ, ബിനോയ് വിശ്വം വീണ്ടും കാണുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും